അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായി CPMന്റെ പേരിൽ വ്യാജവാർത്ത ചമച്ച് മലയാള മനോരമ ദിനപത്രം. ശുഭകാര്യങ്ങൾക്കായുള്ള 10ാമത് ദിനമായതിനാലാണ് ഏപ്രിൽ 23-ന് CPM സംസ്ഥാന ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് മനോരമയുടെ വ്യാജവാർത്ത. CPMന്റെ പേര് പറഞ്ഞ് തെറ്റായ വാർത്തകൾ ചമയ്ക്കുന്നത് മനോരമ അവസാനിപ്പിക്കണമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. LDF സർക്കാരിനും CPIMനുമെതിരെ മനോരമ ചമച്ചുകൊണ്ടിരിക്കുന്ന വ്യാജവാർത്തകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പുതിയൊരെണ്ണം. ഏപ്രിൽ 23-ന് CPIMന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മനോരമ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിരിക്കുന്നത്. മനോരമ വാർത്ത ഇങ്ങനെ: അന്ന് ശുഭദിനം, 10ാം ഉദയം, നല്ല ദിവസം. പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് CPIM കയറുന്നു. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്ന ഏപ്രിൽ 23 10ാം ഉദയമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമായതെന്നാണ് ഈ ദിനവുമായി ബന്ധപ്പെട്ട വിശ്വാസം. പിണറായി വിജയൻ എന്ന കേരളത്തിലെ തിരക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയും ഒരു തീയതി നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ 22, 23, 24 രീതിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒന്നാണ് പറഞ്ഞത്. ആ 23-ാം തീയതി ആവാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് വാർത്ത ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പത്രം ഒരു തെറ്റായ പ്രവണതയാണ്. നെഗറ്റീവായ കാര്യം നിരന്തരമായിട്ട് ആവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ഹിന്ദുക്കൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് പത്രത്തിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കുക എന്നതാണ് മനോരമയുടെ ലക്ഷ്യം. ഇതിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് CPIMന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത ചമയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.